പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 21. പ്രധാന വാർത്തകൾ. മസ്കത്തിലെയും പരിസരങ്ങളിലെയും 7 ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള രണ്ടാം ഘട്ട അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഒഴിവ് വന്നതുൾപ്പെടെ 3072 സീറ്റുകളിലേക്ക് കൂടി പ്രവേശനം അനുവദിക്കും. ഒന്നാം ഘട്ടത്തിൽ 3400-ൽ പരം വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനത്തിന് അപേക്ഷ നൽകിയതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഒഴിവുള്ളത് വാദി ഖബീർ ഇന്ത്യൻ സ്കൂളിലാണ്. 652 വിദ്യാർത്ഥികൾക്ക് കൂടി ഇവിടെ പ്രവേശനം ലഭിക്കും. ഗുബ്ര ഇന്ത്യൻ സ്കൂളിലാണ് ഏറ്റവും കുറവ് സീറ്റുകൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത്. 15 സീറ്റുകളാണ് ബാക്കിയുള്ളത്. ഒമാനിൽ ഔദ്യോഗികമായി വസന്തകാലം ആരംഭിച്ചു. ജ്യോതിശാസ്ത്ര കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇന്നലെ വസന്തത്തിലെ ആദ്യ ദിനമായിരുന്നുവെന്ന് ഒമാനി സൊസൈറ്റി ഫോർ ആസ്ട്രോണമി ആൻഡ് സ്പേസ് വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ വിവിധ നഗരങ്ങളിലെ താപനില ക്രമാനുഗതമായി ഉയരും. ശൈത്യകാലത്തിൽ നിന്ന് വസന്തകാലത്തിലേക്കുള്ള മാറ്റം വരും ദിവസങ്ങളിൽ അന്തരീക്ഷത്തിൽ പ്രകടമാകും. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് മുക്ഷിൻ പ്രദേശത്താണ്, 36.4 ഡിഗ്രി സെൽഷ്യസ്. അതേസമയം ഏറ്റവും കുറഞ്ഞ താപനില റിപ്പോർട്ട് ചെയ്തത് യങ്കൽ പ്രദേശത്താണ്, 14.2 ഡിഗ്രി സെൽഷ്യസ്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സിന്റെ നോർക്ക അസിസ്റ്റന്റ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് അഥവാ നെയിം പദ്ധതിയിൽ എംപ്ലോയർ കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള സംസ്ഥാനത്തെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. തിരിച്ചെത്തിയ പ്രവാസി കേരളീയർക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കുന്നതിന് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നെയിം. നോർക്ക റൂട്ട്സ് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പ്രവാസി കേരളീയരെ നിയമിക്കുന്ന തൊഴിലുടമയ്ക്ക് പ്രതിവർഷം പരമാവധി 100 തൊഴിൽ ദിനങ്ങളിലെ ശമ്പള വിഹിതം പദ്ധതി വഴി ലഭിക്കും. സഹകരണ സ്ഥാപനങ്ങൾ, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, LLP കമ്പനികൾ, അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് രജിസ്റ്റർ ചെയ്യാം. നഗരത്തിന്റെ പ്രകൃതി സൗന്ദര്യം സംരക്ഷിക്കുന്നതിനും തീരദേശ പ്രദേശങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ക്യാമ്പുകൾ, ടെന്റുകൾ, കാരവാനുകൾ, മറ്റ് അനധികൃത കയ്യേറ്റങ്ങൾ എന്നിവ ഉടനടി നീക്കം ചെയ്യണമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു. ക്യാമ്പിംഗ് സീസൺ അവസാനിക്കാനിരിക്കെയാണ് നീക്കം ചെയ്യണമെന്ന് മുനിസിപ്പാലിറ്റി വിശദീകരിച്ചത്. തീരദേശ പ്രദേശങ്ങളുടെ പൊതുദൃശ്യം സംരക്ഷിക്കുന്നതിനും അനധികൃത കയ്യേറ്റങ്ങളിൽ നിന്നുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും കൂടിയാണ് ഈ തീരുമാനം ലക്ഷ്യമിടുന്നത്. മാനവികതയെ നേർവഴിയിലേക്ക് നയിക്കാനുള്ള ദീപങ്ങളാകുക എന്ന കാലിക പ്രസക്തമായ ശീർഷകത്തിൽ ഇബ്രി ഇന്ത്യൻ സ്കൂളിൽ KG പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാജുവേഷൻ സംഘടിപ്പിച്ചു. കുരുന്നുകൾ വിദ്യാഭ്യാസത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന അഭിമാനകരമായ മുഹൂർത്തത്തിന് അധ്യാപകരും മാതാപിതാക്കളും സാക്ഷികളായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KG മുൻ സൂപ്പർവൈസർ മെഹനാസ് ഹംദാനി ബഹ്റാം മുഖ്യാതിഥിയായിരുന്നു. ഒമാന്റെയും ഇന്ത്യയുടെയും ദേശീയ ഗാനാലാപനത്തിനു ശേഷം സ്കൂൾ കോർ ആലപിച്ച പ്രാർത്ഥനാ ഗാനത്തോടുകൂടി ചടങ്ങിന് തുടക്കം കുറിച്ചു. മുഖ്യാതിഥിയും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും പ്രിൻസിപ്പലും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് നവീൻ വിജയകുമാർ ചടങ്ങിന് ആശംസ നേർന്നു. ജൂബിലി 2025 ഭാഗമായി ഗാല ഹോളി സ്പിരിറ്റ് കത്തോലിക്ക ദേവാലയ പാരിഷ് ഹാളിൽ മെഗാ രക്തദാന ക്യാമ്പ് നടന്നു. ദേവാലയത്തിന്റെ വിവിധ കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള 155 പേർ ക്യാമ്പിൽ പങ്കെടുക്കുകയും 94 പേർ രക്തം ദാനം ചെയ്യുകയും ചെയ്തു. അൽഖൂദിൽ ഒരുങ്ങുന്ന ഒമാൻ ബൊട്ടാണിക്കൽ ഗാർഡന്റെ നിർമ്മാണ പുരോഗതി നേരിട്ട് വിലയിരുത്തി മസ്കത്ത് നഗരസഭാ ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി. ഈ വർഷം തന്നെ തുറക്കാനിരിക്കുന്ന പദ്ധതിയുടെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. നിലവിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ടവർ നഗരസഭാ ചെയർമാന് വിശദീകരിച്ചു നൽകി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബൊട്ടാണിക് ഗാർഡനാണ് അൽഖൂദിൽ ഒരുങ്ങുന്നത്. ഗാർഡനിലെ ചില സംവിധാനങ്ങൾ ഇതിനോടകം പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. മറ്റുള്ളവ പൂർത്തീകരണത്തോടടുക്കുന്നുണ്ട്. നിശ്ചയിച്ച പ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും പൈതൃക ടൂറിസം മന്ത്രാലയം വ്യക്തമാക്കുന്നു. 4.2 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വിവിധ തരത്തിലുള്ള ഒമാനിലെ ചെടികളും സസ്യങ്ങളും ഉൾപ്പെടുന്നതാകും ബൊട്ടാണിക്കൽ ഗാർഡൻ. അൽഖൂദിൽ പർവ്വതങ്ങളുടെയും താഴ്വാരങ്ങളുടെയും ഇടയിലാണ് ഇത് ഒരുങ്ങുന്നത്. ഗാർഡൻ സജ്ജമാകുന്നതോടെ 1407 ഇനം പ്രാദേശിക ചെടികൾ ഇവിടെ ഉണ്ടാകും. അവയുടെ തനത് സ്ഥിതിക്ക് യോജിച്ച അന്തരീക്ഷമാണ് ഒരുക്കുക. പരമ്പരാഗത ഒമാനി ചെടികളും രാജ്യത്തിന്റെ ചെടി വൈവിധ്യവും കാർഷിക പൈതൃകവും ആതിഥേയത്വവും പ്രകടിപ്പിക്കുന്നതാവും ഈ പദ്ധതി. വിശുദ്ധ റമസാൻ നരകമോചനത്തിന്റെ അവസാന പത്തിൽ
അനുഗ്രഹത്തിന്റെ ആദ്യ പത്തിനും പാപമോചനത്തിന്റെ രണ്ടാം പത്തിനും വിട ചൊല്ലിയാണ് ജീവിത വിശുദ്ധിയും വിശ്വാസ ചൈതന്യവും പ്രതിഫലിക്കുന്ന അവസാന പത്തിലേക്ക് വിശ്വാസികൾ നീങ്ങുന്നത്. കൂടുതൽ പ്രാർത്ഥനകളിലും സൽക്കർമ്മങ്ങളിലും മുഴുകാനുള്ള ഏറ്റവും വിലപ്പെട്ട ദിനങ്ങളാണ് അവസാന പത്തുകൾ. പ്രാർത്ഥന നിർഭരമായാണ് ഈ വിശുദ്ധ ദിവസങ്ങളെ എതിരേൽക്കുക. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിനെ വരവേൽക്കാൻ പ്രതീക്ഷിച്ചായിരിക്കും വിശ്വാസികൾ ഓരോ ഒറ്റയിട്ട രാവുകളും ചെലവഴിക്കുക. ദീർഘനേര നിസ്കാരങ്ങളിലും ദാനധർമ്മങ്ങളിലും സക്കാത്ത് വിതരണത്തിലും മുഴുകിയും ജീവിത വിശുദ്ധി വരുത്തിയാണ് ഓരോ നിമിഷവും ചിലവഴിക്കുന്നത്. ജീവിത വിജയവും പരലോകമോക്ഷവും മുന്നിൽ കണ്ട് വിശുദ്ധ മാസത്തിൽ ചെയ്തു തീർത്ത ഓരോ പ്രവർത്തനങ്ങളും ദൈവസന്നിധിയിൽ പുണ്യകർമ്മങ്ങളായി തീരണമേ എന്ന പ്രാർത്ഥന അവരുടെ ഉള്ളുലയ്ക്കും. മസ്കത്ത് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ സുൽഫി സ്ട്രീറ്റ് അറ്റകുറ്റപ്പണികൾക്കായി ഭാഗികമായി അടച്ചു. ഈ മാസം 23 ഞായറാഴ്ച വൈകുന്നേരം വരെ റോഡ് അടഞ്ഞുകിടക്കും. സുൽഫി സ്ട്രീറ്റിൽ നിന്നും അൽഖുദ് ഭാഗത്തേക്കുള്ള റൗണ്ട എബോട്ട് വരെയുള്ള റോഡാണ് അടച്ചിടുന്നത്. റോയൽ ഒമാൻ പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് പ്രദേശത്ത് താൽക്കാലികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മസ്കത്ത് നഗരസഭ അഭ്യർത്ഥിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.